വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന യുവതിയെ ഒരുമിച്ച് ജീവിക്കാനാകില്ല എങ്കിൽ ഒരുമിച്ച് മരിക്കാമെന്ന് പറഞ്ഞ് തന്ത്രപൂർവ്വം കൊലപ്പെടുത്തുക. മരണശേഷവും യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുക. കോഴിക്കോട് എലത്തൂരിൽ യുവതിയെ കൊലപ്പെടുത്തിയ വൈശാഖന്റെ ക്രൂരത അന്വേഷണ ഉദ്യോഗസ്ഥരെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. മരണശേഷം യുവതിയെ 3 തവണ പീഡിപ്പിച്ചുവെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ സംഭവ സ്ഥലത്തു നിന്ന് പോലീസിന് ലഭിക്കുകയും ചെയ്തു. മോരിക്കര റോഡിൽ പ്രതി വൈശാഖന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഡസ്ട്രിയൽ വർക്ക്ഷോപ്പിൽ കഴിഞ്ഞ മാസം 24-ന് കൊല്ലപ്പെട്ട യുവതി മരണശേഷം 3 തവണ പീഡിപ്പിക്കപ്പെട്ടതായാണ് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയത്. ഇതിന്റെ CCTV ദൃശ്യങ്ങൾ വർക്ക്ഷോപ്പിൽ നിന്ന് പോലീസിന് ലഭിച്ചു. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ വൈശാഖൻ ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറിന്റെ ഹാർഡ് ഡിസ്കും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ഇതിലെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. മരണശേഷം യുവതിയുടെ മൃതദേഹവുമായി വൈശാഖനും ഭാര്യയും ആശുപത്രിയിലെത്തിയെങ്കിലും വൈശാഖൻ രക്ഷപ്പെടാനുള്ള ശ്രമം നടത്തിയതായി പോലീസ് കണ്ടെത്തി. പ്രതിക്കൊപ്പമുണ്ടായിരുന്ന ഭാര്യയുടെ സംശയവും ഇടപെടലുമാണ് വൈശാഖനെ കുടുക്കിയത്. ഇതിനിടെ വർക്ക്ഷോപ്പ് പോലീസ് പൂട്ടി സീൽ ചെയ്തതിനാൽ തെളിവ് നശിപ്പിക്കാനുമായില്ല. കേരളത്തിൽ 25 വർഷത്തിനിടെ സ്ത്രീയെ കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ച 2ാമത്തെ സംഭവമാണിതെന്ന് പോലീസ് പറയുന്നു. ചങ്ങനാശ്ശേരി കുറുമ്പനാട് മൃതദേഹത്തെ പീഡിപ്പിച്ച സംഭവം 25 വർഷം മുൻപ് കേരളത്തെ ആകെ ഞെട്ടിച്ചിരുന്നു. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തപ്പോഴാണ് കൂടുതൽ വിവരങ്ങൾ വ്യക്തമായത്. വർക്ക്ഷോപ്പിലെ 3 മണിക്കൂറിലേറെയുള്ള ദൃശ്യങ്ങളിൽ യുവതിയെ കൊലപ്പെടുത്താൻ വൈശാഖൻ നടത്തിയ ആസൂത്രിത ശ്രമങ്ങൾ ഉണ്ടെന്ന് പോലീസ് പറഞ്ഞു. ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി കുടിപ്പിച്ച ശേഷം മർദ്ദിച്ചവശയാക്കി. കൊലപ്പെടുത്തിയ ശേഷം പീഡിപ്പിച്ചു. കെട്ടഴിച്ചു കിടത്തിയ ശേഷം 2 തവണ പീഡിപ്പിച്ചതായും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി. വർക്ക്ഷോപ്പിൽ വന്നില്ലെങ്കിൽ യുവതിയുടെ നഗ്നചിത്രങ്ങൾ സമൂഹമാധ്യമത്തിൽ പ്രചരിപ്പിക്കുമെന്ന് ഇയാൾ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഈ യുവതിക്ക് 16 വയസ്സുള്ളപ്പോൾ മുതൽ വൈശാഖൻ ഇവരുമായി ബന്ധം പുലർത്തിയിരുന്നു. ഇതിനിടെ മറ്റൊരു യുവതിയുമായി ബന്ധമുണ്ടായി. ഇത് ഈ യുവതി അറിഞ്ഞതോടെയാണ് കൊലപാതകം ആസൂത്രണം ചെയ്തത്. മറ്റ് പെൺകുട്ടികളുടെയും ജീവിതം തകരാതിരിക്കാൻ ഇതൊക്കെ പുറത്തറിയിക്കുമെന്ന് യുവതി 2 മാസം മുൻപ് വൈശാഖനോട് പറഞ്ഞിരുന്നു. വൈശാഖനിൽ നിന്ന് ജീവന് ഭീഷണിയുള്ളതായി ഡയറിയിൽ എഴുതിയിരുന്ന യുവതി ഇത് സംബന്ധിച്ച് കൗൺസിലർക്കും സന്ദേശം അയച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.